നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഫ്ലവർ ഷോയിലാണ്. ഫ്ലവർ ഷോ നടന്നിട്ട് ഏകദേശം തുടങ്ങിയിട്ട് ഒരു ആഴ്ചയൊക്കെ ആയെന്ന് തോന്നുന്നു. ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. 26-ാം തീയതിയാണ് ലാസ്റ്റ്. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ ഒരു 10-10:30 ആയിന്. ഇപ്പോൾ ഓപ്പൺ ആയത് വരുന്നതേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. സ്റ്റാളൊക്കെ ഓപ്പൺ അന്നത്തെ ടിക്കറ്റ് കൗണ്ടറൊക്കെ തുറന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു, അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ 60 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. നല്ല മനോഹരമായിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റൊക്കെ, ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്, കാണാനൊക്കെ ഉണ്ട്. അതുപോലെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയില്ല. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും അങ്ങനെ അധികം കാണാനില്ല. അപ്പോൾ ഇത് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സെയിൽസ് കൗണ്ടറൊന്നും കാണുന്നില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാറൊക്കെ വരച്ചിട്ട് നല്ല ഫ്ലവറിനെ കൊണ്ട് ചെടി നട്ടിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൾക്കാരൊന്നും കാണുന്നില്ല. ചോദിച്ച് നോക്കാം ഇവിടെ എന്താണെന്ന്. സ്റ്റാളിലൊന്നും ആളെയൊന്നും കാണുന്നില്ല. നോക്കട്ടെ. ഫ്ലവർ അറേഞ്ച്മെൻറ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പക്ഷേങ്കിൽ 60 രൂപക്ക് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, അത്രയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് രസിക്കാം. പിന്നെ ഇത് കൂടാണ്ട് കുറേ സ്റ്റാളുകളുണ്ട് ഇവിടെ. കുട്ടികൾക്ക് കളിക്കേണ്ടതുണ്ട്. കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മളെ ബജ്ജി, മുളക് അതുപോലത്തുള്ള അതൊക്കെ കാണാൻ പരിചയപ്പെടാം. അതൊക്കെയാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. പിന്നെ ഫോറസ്റ്റിൻ്റെ കുറച്ച് സ്റ്റാളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തേക്ക്, അതുപോലെ ചന്ദനം, അതുപോലെ ഇതൊക്കെ വേണ്ടുന്ന ആൾക്കാർക്ക് അതൊക്കെ ഉണ്ട്. നല്ല വനം വകുപ്പിൻ്റെ ഒക്കെ സ്റ്റാളുണ്ട് ഇവിടെ. അതുകൂടാണ്ട് ആറളം ഫാമിൻ്റെ ഒരു സ്റ്റാളുണ്ട്. അവിടെ ഞാനവിടെ ഫാമിൽ പോയിട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അവരെ തന്നെ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ അടുത്ത്. പുതുതായിട്ട് എള്ളെണ്ണയുണ്ട്, നല്ല ഫ്രഷാണ്. അവർ തന്നെ ഉണ്ടാക്കിയിട്ട്, സ്വന്തമായി ഉണ്ടാക്കിയിട്ട് സ്റ്റാളിൽ കൊണ്ടുപോയി വെക്കുന്നതാണ്. അതുപോലെ ചിരട്ടയെ കൊണ്ട്, തേങ്ങയെ കൊണ്ടൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വെച്ച ഒരാളുണ്ട് ഇവിടെ. കാസർഗോഡുള്ള വ്യക്തിയാണ് അയാൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. തേങ്ങ കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഉള്ളത്.